മാളികപ്പുറം സിനിമയുടെ റൈറ്റർ അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു വിനയ്, അതായത് സംവിധായക വിനയൻ്റെ മകൻ സംവിധാനം ചെയ്തു വന്ന സിനിമയാണ് ആനന്ദ് ശ്രീബാല. ഈ പടം ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത, ഭയങ്കരമായിട്ടുള്ള സീറ്റഡ്ജോ പരിപാടിയോ ഭയങ്കര ത്രില്ലൊന്നും ഇല്ലാത്ത, എന്നാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അടുത്തെന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ ജനിപ്പിച്ച, അവസാനം പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡീസൻറ്റ് ത്രില്ലറായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ പടത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച, നല്ല എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച കുറച്ച് പേരുടെ പേര് പറയാം. ഒന്ന് സൈജു കുറുപ്പ്, അടിപൊളിയായിരുന്നു. മനോജ് കെ യു, നന്ദു, ഇവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു ഡോക്ടർ ബഷിത് ബഷീർ, അതായത് ആക്ടർ ഡോക്ടർ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹാൻഡിലിൻ്റെ പേര് വരുന്നത്. അത് കറക്റ്റ് പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. ആക്ടർ നല്ലൊരു ആക്ടർ തന്നെയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. കിരൺ ദാസിൻ്റെ എഡിറ്റിങ്ങും രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്കിൽ അദ്ദേഹം ഈ സാഡ് സോങ് വരുമ്പോൾ പുള്ളി വേറെ ലെവലിൽ ചെയ്തു വയ്ക്കും. പക്ഷേ ഇതിൽ കേട്ട സമയത്ത് നല്ല പാട്ടായിരുന്നു. എന്നാലും എവിടെയും മാളികപ്പുറത്തിൻ്റെ പാട്ടുകൾ പോലെയൊക്കെ തോന്നി. വിഷ്ണു നാരായണൻ്റെ സിനിമാറ്റോഗ്രഫിയും സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത്. എസ്പെഷ്യലി നാഗർകോവിലിൽ വെച്ചിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്, അവിടുത്തെ സിനിമാറ്റോഗ്രഫിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ സീനൊക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയിൽ നായകൻ അർജുൻ അശോകൻ്റെ കാര്യം പറയുമ്പം, അർജുൻ അശോകൻ ഈ സിനിമയിലൊക്കെ നായകന്മാർക്ക് ഇൻവെസ്റ്റിഗേഷൻ പടം വരുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു കുരു ഉള്ളതായിട്ട് വയ്ക്കണമെന്ന് എന്തോ ഒരു നിർബന്ധം ഉള്ളതുപോലെ തോന്നോ. എന്തെങ്കിലും അവൻ്റെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവുമോ, അവൻ്റെ ഡിപ്രഷൻ കാണുകയോ അവൻ്റെ ആലൂസിനേഷൻ ഉണ്ടാവുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ OCPD ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, തകരാറുള്ള ആൾക്കാർക്ക് കേസ് അന്വേഷണം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെയാണ് അർജുൻ അശോകനും ചെയ്തിരിക്കുന്നത്. സിനിമ തുടങ്ങി ആദ്യം ഒരു ക്രൈം നടക്കുകയാണ്. അത് പക്ഷേ അത്രയും സീനുകൾ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് നല്ലൊരു പ്രതീക്ഷ തന്നു, നല്ല അടിപൊളിയായിട്ട് എൻഗേജിങ് ആയിട്ട് ആ ഫീലെല്ലാം കൊണ്ടുവന്ന്. എസ്പെഷ്യലി കാറിലിരിക്കുമ്പം വോക്കി ടോക്കിൽ വരുന്ന ഒരു സാധനമുണ്ട്, അതൊക്കെ നല്ല, ആ സീനൊക്കെ നല്ല, അത് എഴുതി ഉണ്ടാക്കിയ തോട്ടും അത് എക്സിക്യൂട്ട് ചെയ്തതും മനോജ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ അവിടെ നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അർജുൻ അശോകനെ കാണിക്കുകയാണ്. അവിടെ ഈ അർജുൻ അശോകനെ കാണിക്കുമ്പം അർജുൻ അശോകൻ രോമാഞ്ചം 2 അവിടെ നേരെ വന്നിറങ്ങിയത്. പുള്ളിക്ക് ഓക്കെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം അത് ഉണ്ടാവാനൊരു സാഹചര്യമുണ്ട്, ആ സമയത്തേ ഉണ്ടാവുള്ളൂ. പക്ഷേ അല്ലാതെ പുള്ളി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുമ്പ് കണ്ടെത്തുന്ന സമയത്ത് ഒരുമാതിരി മറ്റേ ഇത് തന്നെ രോമാഞ്ചത്തിൽ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പോയി ഈ ഭാഗത്ത് ഈ ഏരിയയിൽ അവിടെ കുറച്ച് ലാഗ് അനുഭവപ്പെടും. തുടക്കത്തിൽ ഇവരെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സംഗീതയുടെ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. തുടക്കമൊക്കെ നല്ല ക്രിഞ്ചായിരുന്നു കഥാപാത്രം കൊണ്ട് പ്ലേസ് ചെയ്തത്. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ മോശം അല്ല, പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടില്ല, അത് സിനിമയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സിനിമ OTTയിലൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് ഈ സീൻ വരുമ്പോൾ ഇങ്ങനെ അടിച്ചു കളയാൻ വേണ്ടി തോന്നും. ആ ഫ്ലോയെ, ഒഴുക്കിനെ, ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇദ്ദേഹം പാരലി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. പോലീസ് ഒരു വഴിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതങ്ങനെ പോയിട്ട് ചുരുളുകൾ അഴിഞ്ഞ് വരുന്നു. പക്ഷേ ഈ പടം കുറച്ചുകൂടി, ഇപ്പം ഡയറക്ഷൻ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു ഫാസ്റ്റായിട്ട്, കുറച്ചുകൂടി ഒരു ത്രില്ലിംഗ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട്, ഹൈ മൊമെൻറ്റ്സ് കുറച്ചുകൂടി കൊണ്ടുവരായിരുന്നു. എന്നാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കുമായിരുന്നു. ഇതിപ്പം ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പോയിട്ട് ഇത് അവസാനം വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത വില്ലന്മാരിൽ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് സിനിമയുടെ എൻഡിങ് വരുന്നത്. അത് കൊള്ളായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിനുള്ള മോട്ടീഫ് ഒന്നും അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടൊന്നുമില്ല. വെറുതെ ഒരു മോട്ടീഫ്, കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള തന്നെ വെറുതെ ഒരു കാരണം കണ്ടുപിടിക്കണം, അതിന് വേണ്ടി ഉണ്ടാക്കിയതുപോലെ തോന്നി. അവിടെ ആ ഏരിയയും കൂടി കുറച്ച് വർക്ക് ചെയ്യാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ബാക്കി അഭിനയിച്ചവരൊക്കെ അവരവരുടെ റോൾ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. അപർണദാസ്, മാളവിക മനോജ്, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ പടത്തിലുണ്ട് കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ്റെ പോസ്റ്ററിലൊന്നും ഫോട്ടോ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ ഫോട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലഡുവിൽ മുന്തിരിക്കൊത്ത് വെച്ചിരിക്കും പോലെ സൈഡിൽ ബോംബ് എന്ന് എഴുതി വയ്ക്കും പോലത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമോ എന്ന് പേടിച്ചാണോ അവർ വയ്ക്കാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ധ്യാനിൻ്റെ പടമൊക്കെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് പടത്തിന് ഹൈപ്പ് കൂട്ടുന്നതായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാറ്റഗറൈസ് ചെയ്തു, ഈ സിനിമ ഇങ്ങനത്തെ ഗണത്തിൽപ്പെട്ട സിനിമയായിരിക്കുമെന്ന് ഇവർക്ക് തന്നെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. ധ്യാൻ ശ്രീനിവാസൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ ഉള്ളത് അജു വർഗീസ് ഉണ്ട്, ശിവതയുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, കൃഷ്ണയുണ്ട്, അസീസ് നെടുമങ്ങാടുണ്ട്, ജയകൃഷ്ണൻ, വിനീത് തട്ടിൽ, നന്ദൻ ഉണ്ണി, തുഷാരപ്പിള്ളൈ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഇനി കുറേ ലോജിക്ക് അവിടെ ആയിട്ട് പാളിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പം ഞാനിപ്പം അത് സ്പോയിലർ അല്ല, എന്നാലും നിങ്ങൾ സിനിമ കാണാത്തവരത് കാണണ്ട. എവിടെയൊക്കെ ഈ ഇന്ന സംഗതികൾ ഈ സിനിമയിൽ അവിടെ ആയിട്ടുണ്ടെന്നുള്ളത്
നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയായിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഈ പറയുന്നത് സിനിമ കണ്ടവർക്കും അതുപോലെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഉള്ള സിനിമകളിലോ ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത്ര പ്രശ്നങ്ങൾ ആൾക്കാർ അഡ്രസ്സ് ചെയ്യും. ഇത്ര സിനിമകൾ എടുക്കുന്നവർ ശ്രദ്ധിക്കാൻ ഉള്ള വേണ്ടിയിട്ടാണ് പറയണത്. ഒരു ഗവൺമെൻറ് എംപ്ലോയി അവർ സർവീസിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടണമെന്നില്ല ഇടയിൽ. അതെന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത്? പിന്നെ ഒരു വെബ്സൈറ്റിൽ ഒരാൾ മൊബൈലിൽ നിന്ന് ബ്രൗസർ വഴി ആക്സസ് ചെയ്യുമ്പം ആ വെബ്സൈറ്റിലുള്ളവർക്ക് ഈ മൊബൈലിൻ്റെ IMEI നമ്പർ കിട്ടുമോ നിങ്ങൾ ധാരണ പറഞ്ഞത്? അതെന്താണ് അതിൻ്റെ ലോജിക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഒരു മരുന്ന് നമ്മൾ കാഷ്വലായിട്ട് ഒരു മരുന്ന് ഒരാൾ കാണുന്നു, മരുന്നിൻ്റെ പേര് പരിചയമില്ലാത്തൊരു മരുന്നിൻ്റെ പേര് കാണുന്നു, ഇതിൽ കുറേ കാലം കഴിഞ്ഞിട്ട് അത് ഓർത്തെടുക്കുന്നത്, അതൊക്കെ കുറച്ച് കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാര്യ നേഴ്സാണ്, അവൾ ഒരു മരുന്നിൻ്റെ പേര് 10 പ്രാവശ്യം പറഞ്ഞാലേ ഞാൻ പഠിക്കുള്ളൂ. ആ സാഹചര്യത്തിൽ കണ്ട ഉടനെ എൻ്റെ ഇന്ന മരുന്ന് ഇതെന്നും പറഞ്ഞിട്ട് ഓർത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു അസാമാന്യ ശക്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ അമരവിള കഴിഞ്ഞോ നേരെ അങ്ങ് തമിഴ്നാടല്ല എണ്ണ. അമരവിള കഴിഞ്ഞിട്ട് ഉദയംകുളങ്ങരയുണ്ട്, പരശുവയ്ക്കലുണ്ട്, ഇടിച്ചക്ക പ്ലാമൂടുണ്ട്, പിന്നെ പാറശാലയുണ്ട്, കളിക്കാവേളയുണ്ട്. കളിക്കാവേള കഴിഞ്ഞാലേ തമിഴ്നാട് ആവണുള്ളൂ. അതൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഒരു വാച്ചബിൾ ഡീസൻറ്റ് ത്രില്ലർ ആയിട്ടാണ് ആനന്ദ് ശ്രീബാല എനിക്ക് അനുഭവപ്പെട്ടത്. എന്തരാ വരട്ടെ ഹേട്. പുലിയമ്മലയിൽ അടുത്ത കാലത്തായി 8 മരണങ്ങൾ നടന്നു. 7 ആത്മഹത്യകളാണ്. അത് 7 കണ്ടെന്ന് ആ സാറേ പറയും. അയാളൊരു മനുഷ്യനല്ല, മനുഷ്യ രക്തം കുടിക്കുന്ന പിശാചാണ് അയാൾ. നമ്മൾ ആരെയാണ് സാർ ഇങ്ങനെ അന്വേഷിക്കുന്നത്? മനുഷ്യനെ തന്നെയല്ലേ, അതോ മറ്റേതെങ്കിലും ശക്തിയോ?